വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാണക്യൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമലഹാസൻ, തിലകൻ, ജയറാം. ഒരു പ്രത്യേക സിനിമയാണത്. അത് സംവിധാനം ചെയ്തത് ടി.കെ. രാജീവ് കുമാർ എന്ന മിമിക്രി കലാകാരനാണ്. നവോദയ ഉൽപ്പന്നമാണ് ടി.കെ. രാജീവ് കുമാർ. കോളേജ് ക്യാമ്പസുകളിൽ മത്സരത്തിൽ മിമിക്രിക്ക് അവാർഡ് നേടിയ ചെറുപ്പക്കാരൻ. തൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു, താൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ കച്ചവട സിനിമയാകരുത് എന്ന്. എന്നാൽ ആദ്യം ചെയ്തതാകട്ടെ ശരിക്കും ഒരു കച്ചവട സിനിമ തന്നെയാണ്. ആ സിനിമയ്ക്ക് ശേഷം വേറെ ഏത് സിനിമ? കയ്യിൽ മനോഹരമായ ഒരു കഥയുണ്ട്. ഇത് ലേഡി ഓറിയന്റലായുള്ള സിനിമയുമാണ്. ഇതിന് ആര് നായികയാക്കണം? പക്ഷെ ഇതിനെ അഭിനയിക്കാൻ അയാളുടെ മനസ്സിൽ ഒരേ ഒരു നടിയെ ഉണ്ടായിട്ടുള്ളൂ, മഞ്ജു വാര്യർ. പക്ഷെ മഞ്ജു വാര്യരോട് ഡേറ്റ് ചോദിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയം. പ്രശസ്തരായ സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത്. മഞ്ജുവിനോടൊപ്പം തന്നെ വരേണ്ട ഒരാൾ തിലകനാണ്. ഈ രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കില്ല, എടുക്കില്ല, സംവിധാനം ചെയ്യില്ല എന്ന നിലപാടിൽ ടി.കെ. രാജീവ് കുമാർ ഉറച്ചു നിന്നു. അതവിടെ കിടന്നു. പിന്നീട് മണിയമ്പിള്ള രാജുവിന്റെ നേതൃത്വത്തിൽ 10 പേര് ചേർന്ന്, ഈ 10 പേരിൽ രാജീവ് കുമാറുണ്ട്, 10 പ്രൊഡ്യൂസർമാർ ചേർന്നുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു നല്ല സിനിമ. അപ്പൊ രാജു ചോദിച്ചു, രാജീവേ കഥയുണ്ടോ കയ്യിൽ? രാജീവ്, കഥയുണ്ട്, പക്ഷേ ഞാൻ പറയുന്നവരെ കിട്ടിയില്ലെങ്കിൽ ഈ സിനിമ എടുക്കില്ല. ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് മഞ്ജു വാര്യരാണ്, മറ്റൊന്ന് തിലകനാണ്. മണിയമ്പിള്ള പറഞ്ഞു, ഓക്കെ, റെഡി, ഞാൻ ശ്രമിക്കാം. മണിയമ്പിള്ള രാജു മഞ്ജു വാര്യരെ കാണുന്നു, ഡേറ്റ് ഇല്ല. ഡേറ്റ് വേണ്ട, കഥ ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. കഥ കേൾക്കാമെന്ന് പറയുന്നു. മഞ്ജു വാര്യരോട് കഥ പറയുന്നു. കഥ കേട്ടപാടെ മഞ്ജു വാര്യർ വേറെ പടത്തിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് ഇവർക്ക് ഡേറ്റ് കൊടുക്കുന്നു. തിലകൻ പനി പിടിച്ചു കിടക്കുന്നൊരവസരമാണ്. തിലകനെ കാണാൻ പോയി. തിലകൻ കഥ കേട്ടു. കഥാപാത്രത്തെ മനസ്സിലാക്കിയപ്പോൾ തിലകൻ പറഞ്ഞു, ഏത് അവസ്ഥയിലും, ഏത് രോഗാവസ്ഥയിലും ഞാൻ മറ്റു പടങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ തിലകനും പറയുന്നു. രാജീവ് കുമാറിന് സന്തോഷം. തൻ്റെ കഥയിലെ സ്വപ്ന നായകനും നായകനും നായികയും ഇതാ ലഭിച്ചിരിക്കുന്നു, വന്നിരിക്കുന്നു, തുടങ്ങാമെന്ന് പറയുന്നു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ പ്രായവ്യത്യാസമുണ്ട്. ഒരു പ്രായത്തിൽ വളരെ ചെറുതാണ് മഞ്ജു വാര്യർ, പ്രായത്തിൽ വളരെ വ്യത്യാസമുണ്ട് തിലകൻ. തിലകനാണെങ്കിൽ അഭിനയത്തിന്റെ ഗോപുരത്തിനടയിൽ കയറിയ ഒരാളാണത്. മഞ്ജു വാര്യർ നല്ലൊരു നടി എന്നുള്ള പേരെടുത്തു വരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ചേർന്നുള്ള സീനുകൾ കാണാനാണ് അവിടെ എല്ലാവരും കൂടിയത്. സീൻ എടുക്കുമ്പോൾ, ഈ സീൻ അവസാനിക്കുമ്പോൾ കട്ട് പറയണം. കട്ട് പറയാൻ മറന്നുകൊണ്ട് രാജീവ് അടക്കമുള്ളവര് ഇവിടെ അഭിനയം ശ്രദ്ധിച്ചു നിന്നു. തൻ്റെ സീൻ കഴിഞ്ഞാൽ ഈ റൂമിലേക്ക് പെട്ടെന്ന് പോകാറുള്ള തിലകൻ റൂമിലേക്ക് പോകുന്നില്ല. തിലകൻ അവിടെ നിന്നു. എന്താ ചേട്ടാ റൂമിലേക്ക് പോകുന്നില്ലേ? ഇല്ല, കാരണം ആ കൊച്ച് എനിക്ക് പാരയാണ്. കാരണം അവള് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. അവളോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ, നാളെ കൗണ്ടർ അടിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നു. അപ്പൊ തിലകൻ ഇങ്ങനെ അഭിനയം നോക്കിയിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവർക്കും ഒരു ഇതായി. അപ്പൊ മഞ്ജു വാര്യർ ചോദിച്ചു, തിലകൻ ചേട്ടൻ എൻ്റെ അഭിനയം കാണാൻ? അതേ, അഭിനയം കാണാതിരിക്കുന്നു. അതായത് അത്രമാത്രം പ്രഗത്ഭമതിയായിരുന്നു അഭിനയിച്ചതാണ് മഞ്ജു വാര്യർ. അതൊരു പ്രതികാരമാണ്. തൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആ വീട്ടിലേക്ക് വന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രതികാരം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ സിനിമയിൽ അതിമനോഹരമായിട്ട്. നമ്മളെ തിലകനും മഞ്ജു വാര്യരും ചേർത്തിട്ടുള്ള സീനുകൾ പലതുമുണ്ട്. ഈ തിലകനെ വശീകരിക്കാവുന്ന, ശരിക്കും ഇത്രമാത്രം ഇങ്ങനെ അഭിനയിക്കാൻ അനുഭവ സിദ്ധിയുള്ള ഈ നടി അത്രമാത്രം. അതിൽ തന്നെ തിലകന്റെ ശരീരത്തിൽ ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ ഒരുപാട് നല്ലൊരു പാട്ട് പാടിക്കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യർ എന്ന് ആലോചിക്കണം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ തന്ത്രങ്ങള്, ഇതിന്റെ ഇതൊന്നും തിലകൻ അറിയുമായിരുന്നില്ല. അവസാനം ക്ലൈമാക്സിലാണ് ഇതെല്ലാം മറന്നേക്കി പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ആ സിനിമ വളരെ വൻ വിജയമായി മാറി. വൻ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഈ 2 കഥാപാത്രങ്ങൾ, ഇവർ മാത്രമല്ല കേട്ടോ,
ബിജു മേനോനുണ്ട്. ബിജു മേനോൻ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട് ഇവിടെ. അത്രയും മനോഹരമായിട്ട് അഭിനയിച്ച ആ സിനിമ തിയേറ്ററിലും വലിയ കുഴപ്പമുണ്ടായില്ല. പ്രൊഡ്യൂസർമാർക്ക് നഷ്ടം വന്നില്ല. മഞ്ജു വാര്യർക്ക് അതിൻ്റെ പേരിൽ അവാർഡും കിട്ടി. പക്ഷേ തിലകന് വിചാരിച്ച രീതിയിൽ അവാർഡുകൾ ലഭിച്ചില്ല. ആ സിനിമയുടെ പേര് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നതാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ആ സിനിമ കാണണം. ഇവർ പറഞ്ഞതുപോലെ ഈ സിനിമ ചെയ്യാൻ ഇവർ രണ്ടുപേരില്ലാതെ ഈ സിനിമ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറയേണ്ടതാണ്. കാരണം ശരിയാണ് ഇവർ പറഞ്ഞത്, ഈ റോളുകൾ അഭിനയിക്കാൻ മഞ്ജുവാരും തിലകനും മാത്രമേ ഉള്ളൂ. ഇവരെ കിട്ടിയില്ലെങ്കിൽ ഈ സിനിമ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറയുമായിരിക്കാം. പടം കണ്ടവരെല്ലാം പറഞ്ഞു ശരിയാണ്, ഈ റോൾ അഭിനയിക്കാൻ മഞ്ജുവാരെ കിട്ടിയില്ലെങ്കിൽ, തിലകനെ കിട്ടില്ലെങ്കിൽ ഇത് എടുക്കരുത് എന്നൊരു മുൻ തീരുമാനം അത് ശരിയാണെന്ന് പറയും. അങ്ങനെ പറയണമെങ്കിൽ ആ കഥയുടെ ശക്തി, ആ കഥാപാത്രങ്ങളുടെ മിടുക്ക്, അഭിനേതാക്കളുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് എന്തായാലും രണ്ടുപേരെയും നമുക്ക് ഇപ്പോഴും അഭിനന്ദിക്കാതെ വയ്യ എന്നുള്ളതാണ്.